എല്ലാ സഹോദരങ്ങൾക്കും ഉഗാണ്ടയിലെ ഒരു മലയാളിയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങൾ ഇവിടെ ഉഗാണ്ടയിൽ താമസിക്കുന്നതിൻ്റെ കുറച്ച് അടുത്തായിട്ടാണ് കേട്ടോ. ഉഗാണ്ടയും കെനിയയുടെയും ബോർഡറായിട്ടുള്ളത്. അപ്പം നമ്മൾ അവിടെ റുസിയ എന്ന് പറയുന്ന ഒരു ടൗണുണ്ട്. അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സൂപ്പർ മാർക്കറ്റുകളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മളവിടെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ നമ്മൾ കാപ്പി കുടിക്കാൻ പോകുന്ന ഒരു കാപ്പിച്ചീന ഒരു കോഫി ഷോപ്പാണ് ഈ കാണുന്നത്. വളരെ ഭംഗിയാണിത് കാണാൻ. നിറച്ചും പച്ചിലകളാണ് കൂടുതലും. ഇതുപോലെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അവിടെ അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന വൈകുന്നേരങ്ങളിൽ കഴിക്കാൻ പറ്റുന്ന ഒരുപാട് ഹെവി അല്ലാത്ത ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതിൽ ഉഗാണ്ടയിലെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് പൊട്ടറ്റോ ചിപ്സ് എന്ന് വെച്ചാൽ മസാല ചിപ്സ് ഉണ്ട്, പ്ലെയിൻ ചിപ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. ഇതുപോലെ പപ്പായ, തെങ്ങ് ഇങ്ങനെയൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് അവർ. നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അത് ഒരുപാട് ഇഷ്ടം തോന്നി. അപ്പോൾ അത് ഒന്ന് ഷെയർ ചെയ്തേക്കാം, ഒന്ന് കാണിക്കാം. ഉഗാണ്ടയിലും ഇതുപോലെയുള്ള സ്ഥലങ്ങളുണ്ടെന്നൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് എടുത്ത ഒരു കുഞ്ഞു വീഡിയോയാണിത്. അപ്പോൾ ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സമോസ കിട്ടും, ഓംലെറ്റ് കിട്ടും, പലതരം പിസ്സകൾ കിട്ടും, മീറ്റ് റോൾ കിട്ടും, അങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടും, ജ്യൂസുകൾ കിട്ടും, കോഫി, ടീ ഒക്കെ കിട്ടും. അപ്പോൾ ഉഗാണ്ടയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ് ഇവിടുത്തെ ബ്ലാക്ക് കോഫി. എവിടെ പോയാലും ഇവിടുത്തെ ബ്ലാക്ക് കോഫിക്ക് ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ ടീയും നല്ല ടേസ്റ്റാണ്. എപ്പോഴും ഞാൻ കഴിക്കാറുള്ളത് ബ്ലാക്ക് കോഫി, അതുപോലെ മസാല പൊട്ടറ്റോ ചിപ്സുമാണ്. അതിൻ്റെ കൂടെ ചപ്പാത്തി എന്ന് പറയുമ്പോഴത്തേക്കും ചപ്പാത്തി ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ്. എല്ലാ റോഡ് സൈഡുകളിലും ഒക്കെ ചെറിയ ചെറിയ ഷോപ്പുകളിലൊക്കെ ചപ്പാത്തി ഓംലെറ്റൊക്കെ കിട്ടും. അപ്പോൾ ഈ ബ്ലാക്ക് കോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഇതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലാത്ത ഒരു ഫീലാണ്. കൊണ്ടുവെക്കുമ്പം തന്നെ നമ്മൾ കോഫി കുടിച്ച ഒരു തോന്നലാണ്. അപ്പോൾ ഇതാണ് ഇവിടെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടറ്റോയുടെ മസാല ചിപ്സും ചപ്പാത്തി ഇങ്ങനെയാണ് തരുന്നത്. ഇങ്ങനെ വലുതായിട്ടല്ല, അവർ പീസ് ആക്കി കറക്റ്റായിട്ട് എത്ര പേരുണ്ടെന്നനുസരിച്ച് അവർ തന്നെ പറയും, ഇത്ര ചപ്പാത്തി എടുത്ത് ഇത്ര പീസ് കിട്ടുമെന്ന് പറയും. അങ്ങനെയാണ് ഇവർ കൊണ്ടുവരുന്നത്. ഇതും ഈ ചിപ്സും കൂടെ എന്നാൽ ശരിക്കും നമുക്ക് പൊട്ടറ്റോ കറിയും ചപ്പാത്തിയും കഴിക്കുന്ന ഒരു ഫീലിംഗാണ്. അതും ബ്ലാക്ക് കോഫി എന്നാൽ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ കിട്ടും. പിന്നെ ജ്യൂസ് വേണമെങ്കിൽ കിട്ടും, വെജിറ്റബിൾസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതൊക്കെയാണ് ഉഗാണ്ടയിൽ അത്യാവശ്യം പെട്ടെന്ന് അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ പോയാൽ നമുക്ക് കിട്ടുന്ന ഭക്ഷണങ്ങൾ. ഈ ചിപ്സ് നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മളെങ്ങനെയൊക്കെ വീട്ടിലുണ്ടാക്കിയാൽ ഈ ഒരു ടേസ്റ്റ് വരികയിൽ ഇവർ കുറേ സോസുകളും ഒക്കെ ചേർത്ത്. എനിക്ക് കണ്ടമാനം എരിവൊന്നുമില്ല. ഇങ്ങനെ ഇതാണ് എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക.